ഇംഗ്ലീഷിൽ എങ്ങനെ സെന്റൻസസ് നിർമ്മിക്കാം എന്ന് തന്നെയാണ് നമ്മൾ ഇന്നും നോക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിന്റെ അവസാനം കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിരുന്നു. അത് നമുക്ക് ആദ്യം നോക്കാം. ഈ ലെസന്റെ അവസാനവും കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അതിന്റെ ആൻസേഴ്സ് താഴെ കമന്റ്സിൽ പോസ്റ്റ് ചെയ്യാം. ഡൗട്ട്സ് ഉള്ളവർക്ക് ചോദിക്കാം. ഈ ലെസൺ യൂസ്ഫുൾ ആയി തോന്നുന്നവരെ ഇത് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് കഴിഞ്ഞ ലെസന്റെ അവസാനം കൊടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ മീറ്റിങ്ങിന് ഉണ്ടാവരുതെന്ന് എൻ്റെ ബോസ് നിർബന്ധം പിടിച്ചു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നിർബന്ധം പിടിച്ചു, ശടിച്ചു, ശാഠ്യം പിടിച്ചു, ഇതെല്ലാം പറയാനായി നമുക്ക് ഉപയോഗിക്കാവുന്ന വെർബാണ് ഇൻസിസ്റ്റ്. അതിനുശേഷം നമുക്ക് ദാറ്റ് ക്ലോസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പിന്നെ ഓൺ പ്ലസ് ing ആണ് ഉപയോഗിക്കാൻ സാധിക്കുന്നത്. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, ഞാൻ മീറ്റിങ്ങിന് ഉണ്ടാവരുത്, അതെൻ്റെ ബോസിന്റെ നിർബന്ധമാണ്, ബോസ് ആണ് നിർബന്ധം പിടിക്കുന്നത്. അപ്പൊ നമുക്ക് അത് ഉപയോഗിച്ച് ഈ സെന്റൻസ് തുടങ്ങാം. മൈ ബോസ് ഇൻസിസ്റ്റഡ്. നിർബന്ധം പിടിച്ചു എന്ന് പറയുമ്പോൾ പാസ്റ്റ് ടെൻസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് പാസ്റ്റ് ടെൻസിലുള്ളതാണ്. മൈ ബോസ് ഇൻസിസ്റ്റഡ്, ഞാൻ മീറ്റിങ്ങിന് ഉണ്ടാവരുത്. അത് നമ്മൾ എങ്ങനെയാണ് പറയുന്നത്? മീറ്റിങ്ങിന് ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഐ ഷുഡ് ബി അറ്റ് ദ മീറ്റിംഗ്, അല്ലെങ്കിൽ ഐ ഷുഡ് ബി പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ്. അറ്റ് ദ മീറ്റിംഗ് ആണ്. അപ്പോൾ ഉണ്ടാവരുത് എന്ന് പറയുമ്പോൾ ഐ ഷുഡിൻ ബി പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ്. ഞാൻ മീറ്റിങ്ങിന് ഉണ്ടാവരുതെന്ന് എൻ്റെ ബോസ് നിർബന്ധം പിടിച്ചു. ആ എന്ന മീനിങ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ പിന്നെ ദാറ്റ് എന്നൊരു കൺജങ്ഷൻ കൂടി അവിടെ ഉപയോഗിക്കും. മൈ ബോസ് ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡിൻ ബി പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ്. മൈ ബോസ് ഇൻസിസ്റ്റഡ് ദാറ്റ് ഐ ഷുഡിൻ ബി പ്രസന്റ് അറ്റ് ദ മീറ്റിംഗ്. എന്ന അർത്ഥം കിട്ടുന്നതിനായി നമ്മൾ ഉപയോഗിക്കുന്ന കൺജങ്ഷൻ ആണ് ദാറ്റ്. ദാറ്റ് ക്ലോസ് എപ്പോഴും സബോർഡിനേറ്റ് ക്ലോസ് ആയിരിക്കും. മെയിൻ ക്ലോസിൽ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ ദാറ്റ് ക്ലോസിൽ ഉപയോഗിക്കുന്നതും പാസ്റ്റ് ടെൻസ് തന്നെയായിരിക്കും. മെയിൻ ക്ലോസിൽ പ്രസന്റ് ടെൻസോ ഫ്യൂച്ചർ ടെൻസോ ആണെങ്കിൽ നമുക്ക് മീനിങ്ങിനനുസരിച്ച് മറ്റു ടെൻസസ് ദാറ്റ് ക്ലോസിൽ ഉപയോഗിക്കാൻ സാധിക്കും. പക്ഷെ മെയിൻ ക്ലോസ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ ദാറ്റ് ക്ലോസിലും പാസ്റ്റ് ടെൻസ് തന്നെ വേണം ഉപയോഗിക്കാൻ. എനിക്ക് സാഹചര്യം നല്ലതുപോലെ അറിയാം, നീ വിശദീകരിക്കേണ്ടതില്ല. എനിക്ക് സാഹചര്യം നല്ലതുപോലെ അറിയാം എന്ന് പറയുമ്പോൾ ഐ നോ ദ സിറ്റുവേഷൻ വെരി വെൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ വെരി വെൽ എന്ന് പറയാം. നോ എന്ന് പറഞ്ഞാലും അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാലും ഏകദേശം ഒരേ അർത്ഥം തന്നെയാണ്. ഐ നോ ദ സിറ്റുവേഷൻ വെരി വെൽ, അല്ലെങ്കിൽ ഐ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ വെരി വെൽ. നീ വിശദീകരിക്കേണ്ടതില്ല. ഇത് നമുക്ക് പല രീതിയിൽ പറയാം. നമുക്കിത് നീഡ് ഉപയോഗിച്ച് പറയാം. നീഡ് ആക്ച്വലി ഒരു മോഡൽ വെർബായും നമുക്ക് ഉപയോഗിക്കാം, ഓർഡിനറി വെർബായി ഉപയോഗിക്കാം. അത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും അതിനുശേഷം വരുന്നത് ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണോ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണോ എന്നത്. മോഡൽ വെർബ്സിന് ശേഷം നമ്മൾ എപ്പോഴും ഉപയോഗിക്കുക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. ഐ വിൽ റൈറ്റ് എന്നാണ് നമ്മൾ പറയാം, ഐ വിൽ ടു റൈറ്റ് എന്ന് പറയില്ല. അതുപോലെ ഹി ഷുഡ് ഗോ, ഹി ഷുഡ് ടു ഗോ അല്ല. നീഡ് മോഡൽ വെർബായി ഉപയോഗിക്കുന്ന സമയത്ത് അതിനുശേഷവും നമ്മൾ ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ മോഡൽ വെർബ്സിന്റെ കാര്യത്തിൽ ക്വസ്റ്റ്യൻസോ നെഗറ്റീവ്സോ ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ ഡു ഡിഡ് അതൊന്നും ഉപയോഗിക്കില്ല. അതിന് പകരം ആ മോഡൽ വെർബിന് ശേഷം നോട്ട് ഉപയോഗിച്ചാൽ നമുക്ക് അതിന്റെ നെഗറ്റീവ് കിട്ടി. ആ മോഡൽ വെർബിനെ സബ്ജക്റ്റിന് മുന്നിലേക്ക് വെച്ചാൽ നമുക്ക് അതിന്റെ ക്വസ്റ്റ്യനും ഉണ്ടാക്കാൻ സാധിക്കും. അപ്പോൾ നീഡ് മോഡൽ വെർബായാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ അതിനെ നെഗറ്റീവ് ഫോം ഉണ്ടാക്കുന്നത് നീഡിൻ്റെ എന്ന് പറഞ്ഞാണ്, അതായത് നീഡ് നോട്ട്. പിന്നെ അതിനുശേഷം വരിക ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് ആണ്. നീ വിശദീകരിക്കേണ്ടതില്ല, അതിൻ്റെ ആവശ്യമില്ല. യു നീഡിൻ എക്സ്പ്ലെയിൻ. ഐ നോ ദ സിറ്റുവേഷൻ വെരി വെൽ, യു നീഡിൻ എക്സ്പ്ലെയിൻ. നീ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, വിശദീകരിക്കേണ്ടതില്ല. ഇവിടെ നമ്മൾ നീഡ് മോഡൽ വെർബായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് നമ്മൾ അതിനുശേഷം ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് എക്സ്പ്ലെയിൻ ഉപയോഗിച്ചത്. പിന്നെ നെഗറ്റീവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി നമ്മൾ നീഡിന് ശേഷം നോട്ട് ഉപയോഗിക്കുക മാത്രമാണ് ചെയ്തത്. നീഡിനെ റെഗുലർ വെർബായി, ഒരു ഓർഡിനറി വെർബായി മറ്റു വേർബ്സ് പോലെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ വരുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നതും നെഗറ്റീവ് ഉണ്ടാക്കുന്നതും ഡൂവും ഡസും ഡിഡും എല്ലാം ഉപയോഗിച്ചാണ്. അത് മാത്രമല്ല, ഓർഡിനറി വെർബായി നീഡ് ഉപയോഗിക്കുമ്പോൾ പിന്നെ അതിനുശേഷം വരിക ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. ഇത് തന്നെ നമുക്ക് ഇങ്ങനെയും പറയാം, യു ഡോണ്ട് നീഡ് ടു എക്സ്പ്ലെയിൻ. ഓർഡിനറി വെർബായി നീഡ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ നെഗറ്റീവ് ഉണ്ടാക്കുന്നത് ഡോണ്ട് നീഡ് എന്ന് പറഞ്ഞിട്ടാണ്. അതുപോലെ തന്നെ പിന്നെ അതിനുശേഷം വരുന്നത് എക്സ്പ്ലെയിൻ എന്ന ടു ഇല്ലാത്ത ഇൻഫിനിറ്റീവ് അല്ല, ടു എക്സ്പ്ലെയിൻ എന്ന ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. രണ്ട് രീതിയിലും നമുക്ക് നീഡ് എന്ന വെർബ് ഉപയോഗിക്കാൻ സാധിക്കും. ഇത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഹാവ് ഉപയോഗിച്ചും പറയാം. യു ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ. ഹാവും നീഡും ഉപയോഗിക്കുന്നതിന് എക്സാക്ട്ലി ഒരേ മീനിങ് ആണെന്ന് പറയുന്നില്ല, പക്ഷെ ഈ ഒരു കാര്യം പറയാൻ നമുക്ക് ഇതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. യു ഡോണ്ട് ഹാവ് ടു എക്സ്പ്ലെയിൻ. നീ വിശദീകരിക്കേണ്ട കാര്യമില്ല. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്, നമ്മൾ ധൃതി പിടിക്കേണ്ടതില്ല. ആവശ്യത്തിന് സമയമുണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഇനഫ് ടൈം എന്ന് പറയാം. ധാരാളം സമയമാണെങ്കിൽ പ്ലെന്റി ഓഫ് ടൈം. ആവശ്യത്തിലധികം സമയമുണ്ടെങ്കിൽ മോർ ദാൻ ഇനഫ് ടൈം. നമുക്ക് ആവശ്യത്തിന് സമയമുണ്ട്, വി ഹാവ് പ്ലെന്റി ഓഫ് ടൈം, അല്ലെങ്കിൽ വി ഹാവ് ഇനഫ് ടൈം. നമുക്ക് വേണ്ടത്ര സമയമുണ്ട്, ധാരാളം സമയമുണ്ട്. നമ്മൾ ധൃതി പിടിക്കേണ്ടതില്ല. ഇത് നമുക്ക് രണ്ട് രീതിയിൽ പറയാം.
നമുക്ക് ഹറി എന്ന വെർബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ റഷ് എന്ന വെർബ് ഉപയോഗിക്കാം. വി നീഡ് ഇൻ ഹറി അല്ലെങ്കിൽ വി നീഡ് ഇൻ റഷ്. ഇതും നമുക്ക് നേരത്തെ എക്സാമ്പിളിൽ പറഞ്ഞ പോലെ തന്നെ വി ഡോണ്ട് ഹാവ് ടു ഹറി എന്ന് പറയാം, വി ഡോണ്ട് നീഡ് ടു ഹറി എന്ന് പറയാം. ഇവിടെ തന്ന എക്സാമ്പിളിൽ നീഡ് മോഡൽ വെർബായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഹറി എന്ന വെർബിന് പകരം നമുക്ക് റഷ് എന്ന വെർബ് ഉപയോഗിക്കാവുന്നതാണ്. വി നീഡ് ഇൻ ഹറി അല്ലെങ്കിൽ വി നീഡ് ഇൻ റഷ്. എന്താണ് പ്രശ്നം എന്ന് നിനക്ക് അറിയാമോ? എന്താണ് പ്രശ്നം? വാട്ട്സ് ദ പ്രോബ്ലം? നിനക്ക് അറിയാമോ? ഡു യു നോ? ഇതാണ് നമ്മുടെ രണ്ട് ക്ലോസസ്. എന്താണ് പ്രശ്നം എന്ന് നിനക്ക് അറിയാമോ? ഡു യു നോ ഉപയോഗിച്ചാണ് നമ്മൾ ഈ സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡു യു നോ വാട്ട് ദ പ്രോബ്ലം ഈസ്? ഇവിടെ വേർഡ് ഓർഡർ ശ്രദ്ധിക്കണം. വാട്ട്സ് ദ പ്രോബ്ലം എന്നത് ഡയറക്റ്റ് ആയൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ ക്വസ്റ്റ്യൻ വേർഡായ വാട്ടിന് ശേഷം ഈസ് വന്നു, പിന്നെയാണ് സബ്ജക്റ്റായ പ്രോബ്ലം വരുന്നത്. നമ്മളിതിനെ മറ്റൊരു ക്വസ്റ്റ്യൻ്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ എന്താണ് പ്രശ്നം എന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിതിൻ്റെ വേർഡ് ഓർഡർ മാറ്റണം. രണ്ട് ക്വസ്റ്റ്യൻസ് ഒരു സെൻറ്റൻസിൽ ഉണ്ടാവില്ല. മെയിൻ വെർബ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ പിന്നെ അതിന് ശേഷം വരുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയിരിക്കും. അതായത് അതിലെ ഓക്സിലറി വെർബ് സബ്ജക്റ്റിന് ശേഷമാണ് വരിക. അതിനൊരു സാധാരണ സെൻറ്റൻസിൻ്റെ വേർഡ് ഓർഡർ ആയിരിക്കും. അപ്പോൾ ഡു യു നോ വാട്ട്സ് ദ പ്രോബ്ലം എന്നല്ല നമ്മൾ ചോദിക്കുക, ഡു യു നോ വാട്ട് ദ പ്രോബ്ലം ഈസ്. ഇവിടെ ഓക്സിലറി വെർബായ ഈസ് സബ്ജക്റ്റായ പ്രോബ്ലം എന്ന നൗണിന് ശേഷമാണ് വരുന്നത്, ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആയത് കാരണം. ഞങ്ങൾ അവനെ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷെ അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ അവനെ എല്ലായിടത്തും തിരഞ്ഞു. നമ്മളൊരാളെ തിരഞ്ഞു അല്ലെങ്കിൽ ഒരു വസ്തുവിനെ തിരഞ്ഞു എന്നെല്ലാം പറയാൻ നമ്മൾ നോർമലി ഉപയോഗിക്കുന്ന വെർബ് ലുക്കാണ്, സെർച്ച് അല്ല. സെർച്ച് ഉപയോഗിച്ച തെറ്റുണ്ടെന്നല്ല, പക്ഷെ പൊതുവെ ഉപയോഗിക്കുന്ന വെർബ് ലുക്കാണ്. ഞങ്ങൾ അവനെ എല്ലായിടത്തും തിരഞ്ഞു. ലുക്കിന് ശേഷം ഈ ഒരു അർത്ഥത്തിൽ തിരഞ്ഞു എന്ന അർത്ഥത്തിലാവുമ്പോൾ ഫോർ എന്ന പ്രിപ്പോസിഷൻ കൂടി വേണം. വി ലുക്ക്ഡ് ഫോർ ഹിം എവരിവർ. എല്ലായിടത്തും എന്ന് പറയുമ്പോൾ എവരിവർ. പക്ഷേ അവനെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ബട്ട് വി കുഡിൻ ഫൈൻഡ് ഹിം. എവിടെയും കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറയണമെങ്കിൽ വി കുഡിൻ ഫൈൻഡ് ഹിം എനിവേർ എന്നും പറയും. വി ലുക്ക്ഡ് ഫോർ ഹിം എവരിവർ ബട്ട് വി കുഡിൻ ഫൈൻഡ് ഹിം എനിവേർ. ഇവിടെ ലുക്ക്ഡിന് പകരം സെർച്ച്ഡ് ഉപയോഗിക്കുന്നവർ അതിനുശേഷം ഫോർ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. സെർച്ച് എന്ന് മാത്രം ഉപയോഗിച്ചാൽ അതിനർത്ഥം പരിശോധിക്കുക എന്നാണ്. ഫോർ ഇല്ലാതെ സെർച്ച് മാത്രമായി ഉപയോഗിക്കുമ്പോൾ അതിനർത്ഥം പരിശോധിച്ചു എന്നാണ്. വി സെർച്ച്ഡ് ഹിസ് ബാഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവൻ്റെ ബാഗ് പരിശോധിച്ചു എന്നാണ് അർത്ഥം. നമ്മൾ അവൻ്റെ ബാഗിനായി തിരഞ്ഞു, അന്വേഷിച്ചു എന്നല്ല. ബാഗ് പരിശോധിച്ചു എന്ന് പറയുമ്പോൾ ബാഗ് തുറന്ന് അതിനുള്ളിൽ എന്തെല്ലാമാണെന്ന് നോക്കി. ദേ സെർച്ച്ഡ് ഹിസ് റൂം എന്ന് പറയുമ്പോൾ അവർ അവൻ്റെ റൂം പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. അതായത് റൂം തുറന്ന് അതിനകത്ത് എന്തെല്ലാമാണ് ഉള്ളത് എന്ന് നോക്കുന്നതിനാണ് സെർച്ച് എന്ന വെർബ് ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരാളെ അന്വേഷിച്ചു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വസ്തുവിനെ നമ്മൾ തിരഞ്ഞു എന്ന് പറയുമ്പോൾ സെർച്ച് ഫോർ എന്ന വെർബ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ലുക്ക് ഫോർ എന്ന വെർബ് ഉപയോഗിക്കാം. കോമൺ ആയി യൂസ് ചെയ്യുന്നത് ലുക്ക് ഫോർ ആണ്. സെർച്ച് മാത്രമായി ഇവിടെ ഉപയോഗിക്കരുത്. ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ നമുക്ക് കുഡിൻറ്റ് ഉപയോഗിക്കാം. നമുക്ക് വാസിൻ ഏബിൾ ടു എന്ന് പറയാം, ഡിഡിൻ മാനേജ് ടു എന്നും പറയാം. ഇത് നമുക്ക് പല രീതിയിൽ പറയാം. വി ലുക്ക്ഡ് ഫോർ ഹിം എവരിവർ ബട്ട് വി വർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഹിം. വി വർ നോട്ട് ഏബിൾ ടു ഫൈൻഡ് ഹിം. ഇവിടെ വേർ ഉപയോഗിക്കാൻ കാരണം സബ്ജക്റ്റ് വി ആയതുകൊണ്ടാണ്. സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമ്മൾ വാസ് ആണ് ഉപയോഗിക്കുക. ഇത് തന്നെ നമുക്ക് മാനേജ് ഉപയോഗിച്ചും പറയാം. ബട്ട് വി ഡിഡിൻ മാനേജ് ടു ഫൈൻഡ് ഹിം. ഞങ്ങൾക്ക് അവനെ കണ്ടെത്താനായില്ല. വി ലുക്ക്ഡ് ഫോർ ഹിം എവരിവർ ബട്ട് വി ഡിഡിൻ മാനേജ് ടു ഫൈൻഡ് ഹിം. ബി ഏബിൾ ടു, അതായത് വാസ് ഏബിൾ ടു അല്ലെങ്കിൽ വേർ ഏബിൾ ടു നമുക്ക് കുഡിൻറ്റിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു എക്സ്പ്രഷനാണ്. 5 മണിയോടെ നമ്മൾ വീട്ടിലെത്തണം. ഇത് നമുക്ക് പല രീതിയിൽ പറയാം. ഒരു കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ ഏറ്റവും കോമൺ ആയി ഉപയോഗിക്കുന്ന മോഡൽ വെർബ് ഷുഡാണ്. ഷുഡ് ഉപയോഗിച്ചാണ് നമ്മൾ ഇതുപോലത്തെ കാര്യങ്ങൾ പൊതുവെ പറയാം. അത്ര വലിയ നിർബന്ധമില്ലെങ്കിലാണ് നമ്മൾ ഷുഡ് ഉപയോഗിക്കുക. അതായത് അങ്ങനെ ചെയ്താൽ നല്ലത്, അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നൊരർത്ഥം വേണമെങ്കിൽ നമ്മൾ ഷുഡല്ല ഉപയോഗിക്കുക, മസ്റ്റാണ്. അപ്പോൾ നമുക്ക് 5 മണിക്ക് വീട്ടിൽ എത്തിയേ തീരൂ എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയുക വി മസ്റ്റ് ഗെറ്റ് ഹോം ബൈ 5. 5 മണിയോടെ. ബൈ 5 എന്ന് പറയുമ്പോൾ 5 മണിയോടെ. ആ ഒരു നിർബന്ധം അവിടെ ഇല്ല. അങ്ങനെ ചെയ്താൽ നല്ലത് എന്ന അർത്ഥമാണ് വേണ്ടതെങ്കിൽ ഷുഡ് ഉപയോഗിച്ചാൽ മതി. വി ഷുഡ് ഗെറ്റ് ഹോം ബൈ 5 o'clock. ഇവിടെ നമുക്ക് ഗെറ്റിന് പകരം അറൈവ് എന്ന വെർബ് ഉപയോഗിക്കാം, റീച്ച് എന്ന വെർബ് ഉപയോഗിക്കാം. ആ വെർബിനും ഹോമിനും ഇടയിൽ പ്രിപ്പോസിഷൻ ഒന്നും വരുന്നില്ല എന്ന് ശ്രദ്ധിക്കണം. നമ്മൾ പറയുന്ന വി ഷുഡ് ഗെറ്റ് ഹോം എന്നാണ്, ഗെറ്റ് ടു ഹോം എന്നല്ല. അറൈവ് ഹോം ആണ്, അറൈവ് അറ്റ് ഹോം അല്ല. വി ഷുഡ് ഗെറ്റ് ഹോം ബൈ 5 o'clock. ഇത് തന്നെ നമുക്ക് നീഡ് ഉപയോഗിച്ചും ഹാവ് ഉപയോഗിച്ചും എല്ലാം പറയാം. എക്സാക്ട്ലി ഒരേ മീനിങ് അല്ല, പക്ഷേ ഈ ഒരു കാര്യം പറയാൻ നമുക്കിതെല്ലാം ഉപയോഗിക്കാവുന്നതാണ്. വി നീഡ് ടു ഗെറ്റ് ഹോം ബൈ 5 o'clock. വി നീഡ് ടു ഗെറ്റ് ഹോം ബൈ
5 o'clock അല്ലെങ്കിൽ വി ഹാവ് ടു ഗെറ്റ് ഹോം ബൈ 5 o'clock. അഫിർമേറ്റീവ് സെൻറ്റൻസസിൽ പൊതുവെ നമ്മൾ നീഡ് മോഡൽ വെർബായി യൂസ് ചെയ്യില്ല. നെഗറ്റീവ് സെൻറ്റൻസസിലും ക്വസ്റ്റ്യൻസിലും നമ്മൾ അങ്ങനെ ഉപയോഗിക്കാറുണ്ട്. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ യു നീഡിൻ്റെ എക്സ്പ്ലെയിൻ എന്ന് പറഞ്ഞു, അത് നെഗറ്റീവ് സെൻറ്റൻസ് ആയിരുന്നു. അവിടെ നമ്മൾ അതിനെ മോഡൽ വെർബായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഇത് അഫിർമേറ്റീവ് സെൻറ്റൻസ് ആണ്. വി നീഡ് ടു ഗെറ്റ്, വി നീഡ് ഗെറ്റ് എന്നല്ല നമ്മൾ പറയുന്നത്, വി നീഡ് ടു ഗെറ്റ്. ഇവിടെ നീഡ് നമ്മൾ ഓർഡിനറി വെർബായാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അതിനുശേഷം ഉപയോഗിച്ചത് ടു ഉള്ള ഇൻഫിനിറ്റീവ് ആണ്. വി നീഡ് ടു ഗെറ്റ് ഹോം ബൈ 5 o'clock അല്ലെങ്കിൽ വി ഷുഡ് ഗെറ്റ് ഹോം ബൈ 5 o'clock. ഇവിടെ ഹാവ് ടുവും നീഡ് ടുവും കൂടുതൽ ആവശ്യകത സൂചിപ്പിക്കുന്നുണ്ട്. ഷുഡ് ആവുമ്പോൾ വീട്ടിലെത്തിയാൽ നല്ലത് എന്നൊരർത്ഥമേ ഉള്ളൂ എങ്കിൽ ഹാവ് ടു ഉപയോഗിക്കുമ്പോഴും നീഡ് ടു ഉപയോഗിക്കുമ്പോഴും അതൊരു അത്യാവശ്യമാണ് എന്നൊരു മീനിങ് കൂടി വരുന്നുണ്ട്. അവൻ ഹോസ്പിറ്റലിൽ ആണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഐ ഡിഡിന്റ് നോ. എന്താണ് അറിയാതിരുന്നത്? അവൻ ഹോസ്പിറ്റലിലാണെന്ന്. ഹി വാസ് ഇൻ ഹോസ്പിറ്റൽ. ഇനി ആ എന്ന മീനിങ് കിട്ടാനായി ദാറ്റ് ഉപയോഗിച്ചാൽ മതി. ഐ ഡിഡിന്റ് നോ ദാറ്റ് ഹി വാസ് ഇൻ ഹോസ്പിറ്റൽ. ഐ ഡിഡിന്റ് നോ ദാറ്റ് ഹി വാസ് ഇൻ ഹോസ്പിറ്റൽ. ഇവിടെ ഹോസ്പിറ്റൽ എന്ന നൗണിന് മുന്നിൽ നമ്മൾ ദ എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കുന്നില്ല. അവൻ രോഗിയായി ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഹോസ്പിറ്റലിൽ. ഇങ്ങനെ ഒരാൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഹോസ്പിറ്റലിൽ പോയി എന്ന് പറയുമ്പോൾ നമ്മൾ പറയുക ഹീ ഈസ് ഇൻ ഹോസ്പിറ്റൽ എന്നാണ്, ഇൻ ദ ഹോസ്പിറ്റൽ എന്നല്ല. പക്ഷെ ആ വ്യക്തിയെ കാണാനായി നമ്മൾ അവിടെ പോകുമ്പോൾ നമ്മൾ പറയുക ഐ വെൻറ്റ് ടു ദ ഹോസ്പിറ്റൽ എന്നാണ്. അതായത് രോഗികളെ സംബന്ധിച്ച് ഹോസ്പിറ്റലിൻ്റെ കൂടെ നമ്മൾ ദ ഉപയോഗിക്കില്ല. പക്ഷെ ആ രോഗികളെ കാണാൻ പോകുന്ന വിസിറ്റേഴ്സിനെ സംബന്ധിച്ച് ഹോസ്പിറ്റലിന് മുന്നിൽ ദ ഉണ്ട്. സ്കൂൾ, പ്രിസൺ, ജയിൽ ഇതുപോലത്തെ നൗൺസും ഇങ്ങനെ തന്നെയാണ്. ഒരു കുട്ടി സ്കൂളിലാണ് എന്ന് പറയുമ്പോൾ ഹീസ് അറ്റ് സ്കൂൾ എന്നാണ് പറയുക, ഹീസ് അറ്റ് ദ സ്കൂൾ അല്ല. പക്ഷെ നമ്മൾ ആ സ്കൂളിലേക്ക് പോയി, കുട്ടിയെ കൊണ്ടുവരുന്നതിന് വേണ്ടിയോ ടീച്ചറെ കാണുന്നതിന് വേണ്ടിയോ പോയി എന്ന് പറയുമ്പോൾ ഐ വെൻറ്റ് ടു ദ സ്കൂൾ എന്നാണ് പറയാം. നമുക്ക് ആ സ്കൂൾ ഒരു മീറ്റിംഗ് പ്ലേസ് ആണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റലും നമ്മളൊരു രോഗിയെ കാണാൻ ചെല്ലുമ്പോൾ നമ്മളെ സംബന്ധിച്ച് ഹോസ്പിറ്റൽ ഒരു മീറ്റിംഗ് പ്ലേസ് ആണ്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ദ ഹോസ്പിറ്റൽ എന്ന് പറയും അല്ലെങ്കിൽ ദ സ്കൂൾ എന്ന് പറയും. രോഗിയെ സംബന്ധിച്ച് അത് മീറ്റിംഗ് പ്ലേസ് അല്ല, അവർക്ക് ചികിത്സ ലഭിക്കാനുള്ള സ്ഥലമാണ്. അപ്പോൾ ഹോസ്പിറ്റൽ എന്ന് മാത്രം പറയുക. സ്റ്റുഡൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ സ്കൂൾ എന്ന് മാത്രം പറയാം. ഐ ഡിഡിന്റ് നോ ദാറ്റ് ഹി വാസ് ഇൻ ഹോസ്പിറ്റൽ. അവൻ ഹോസ്പിറ്റലിലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ പോയി കാണുമായിരുന്നു. നമ്മൾ പോയതുമില്ല, കണ്ടതുമില്ല. നമ്മൾ സംസാരിക്കുന്ന ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ്, പാസ്റ്റിലുള്ള ഒരു ഇമാജിനറി സിറ്റുവേഷനെ കുറിച്ചാണ്. ഇതിനെക്കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ടൈപ്പ് 3 കണ്ടീഷണലാണ്. ടൈപ്പ് 2ഉം ടൈപ്പ് 1ഉം നമ്മൾ ഉപയോഗിക്കുന്ന പ്രസന്റിനെ കുറിച്ച് പറയുന്നതിനും ഫ്യൂച്ചറിനെ കുറിച്ച് പറയുന്നതിനും വേണ്ടിയാണ്. ഇവിടെ പാസ്റ്റിലെ ഇമാജിനറി സിറ്റുവേഷൻസിനെ കുറിച്ച് പറയാൻ ടൈപ്പ് 3 തന്നെ ഉപയോഗിക്കാം. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ പോയി കാണുമായിരുന്നു. അറിഞ്ഞിരുന്നെങ്കിൽ ടൈപ്പ് 3 കണ്ടീഷൻ നമ്മൾ ഈഫ് ക്ലോസിൽ ഉപയോഗിക്കുന്ന പാസ്റ്റ് പെർഫെക്റ്റും മെയിൻ ക്ലോസിൽ ഉപയോഗിക്കുന്ന വുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഇഫ് ഐ ഹാഡ് നോൺ ഐ വുഡ് ഹാവ് ഗോൺ ടു സീ ഹിം. ഞാൻ അവനെ പോയി കാണുമായിരുന്നു. നമ്മളൊരു ടേബിൾ റിസർവ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. നമ്മൾ ടേബിൾ റിസർവ് ചെയ്തു, പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ചെയ്യേണ്ട ആവശ്യമില്ലാതിരുന്ന, ചെയ്യേണ്ട കാര്യമില്ലാതിരുന്ന ഒരു കാര്യം നമ്മൾ ചെയ്തു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന സ്ട്രക്ചറാണ് നീഡിന്റ് ഹാവ് പ്ലസ് V3. ഷുഡിന്റ് ഹാവ് പ്ലസ് V3 ഉപയോഗിക്കുന്നത് ചെയ്യാൻ പാടില്ലാതിരുന്ന ഒരു കാര്യം ചെയ്തു എന്ന് പറയുന്നതിന് വേണ്ടിയാണ്. ഇതങ്ങനെയല്ല, ചെയ്യേണ്ട ആവശ്യമില്ലാതിരുന്ന ഒരു കാര്യം ചെയ്തു എന്ന് പറയാനാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. നമ്മളൊരു ടേബിൾ റിസർവ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. വി നീഡിന്റ് ഹാവ് റിസർവ്ഡ് എ ടേബിൾ. വി നീഡിന്റ് ഹാവ് റിസർവ്ഡ് എ ടേബിൾ. നമ്മളൊരു ടേബിൾ റിസർവ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു, അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ആ റെസ്റ്റോറൻറ്റ് ഏതാണ്ട് കാലിയായിരുന്നു, ശൂന്യമായിരുന്നു. അവിടെ കാര്യമായി ആരും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ടേബിൾ റിസർവ് ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ടേബിൾ റിസർവ് ചെയ്തു. ചെയ്യേണ്ട ആവശ്യമില്ലാത്ത കാര്യം ചെയ്തു എന്ന് പറയാനാണ് ഈ സ്ട്രക്ചർ ഉപയോഗിക്കുന്നത്. ആ റെസ്റ്റോറൻറ്റ് ഏകദേശം കാലിയായിരുന്നു. ദാറ്റ് റെസ്റ്റോറൻറ്റ് വാസ് ഓൾമോസ്റ്റ് എംപ്റ്റി. ദാറ്റ് റെസ്റ്റോറൻറ്റ് വാസ് ഓൾമോസ്റ്റ് എംപ്റ്റി. അവിടെ കാര്യമായി ആരും തന്നെ ഉണ്ടായിരുന്നില്ല. ആ റെസ്റ്റോറൻറ്റ് എന്നതിന് നമുക്ക് ദാറ്റ് റെസ്റ്റോറൻറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ ദ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാലും മതി. നാളെ രാവിലെ എന്നെ എയർപോർട്ടിലേക്ക് കൊണ്ടുവരാൻ ആരെങ്കിലും വേണം. ആക്ച്വലി കൊണ്ടുപോകാൻ എന്നാണ് ഉദ്ദേശിച്ചത്, എഴുതിയത് കൊണ്ടുവരാൻ എന്നാണ്. എനിക്ക് ആരെങ്കിലും വേണം. ഐ നീഡ് സംബഡി. എനിക്ക് ആരെങ്കിലും വേണം. എന്തിന്? കൊണ്ടുപോവാൻ. ടു ടേക്ക്. ആരെ? എന്നെ. ടു ടേക്ക് മീ. എവിടേക്ക്? എയർപോർട്ടിലേക്ക്. ഐ നീഡ് സംവൺ ടു ടേക്ക് മീ ടു ദ എയർപോർട്ട് ടുമോറോ മോർണിംഗ്. ടു ടേക്ക് എന്ന് പറയുമ്പോൾ കൊണ്ടുപോവാൻ. ടു ടേക്ക് മീ എന്ന് പറയുമ്പോൾ എന്നെ കൊണ്ടുപോവാൻ. ടു ദ എയർപോർട്ട് എന്ന് പറയുമ്പോൾ എയർപോർട്ടിലേക്ക്. ഡയറക്ഷൻ സൂചിപ്പിക്കാനായി നമ്മൾ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷനാണ് ടു. ഐ നീഡ് സംവൺ. ആരെന്ന് വ്യക്തമായി പറയുന്നില്ല, ആരോ. ആ അർത്ഥത്തിലാണ് നമ്മൾ സംവൺ ഉപയോഗിക്കുന്നത്.
സംവണിന് പകരം നമുക്ക് ഇവിടെ സംബടി എന്ന് ഉപയോഗിക്കാം. നീ എന്നോട് പറയണമായിരുന്നു. പറഞ്ഞില്ല, പക്ഷെ പറയേണ്ടതായിരുന്നു. ഇതൊരു ക്രിറ്റിസിസമാണ്, വിമർശനമാണ്. അപ്പോൾ ഒരാളൊരു കാര്യം ചെയ്തില്ല, ചെയ്യണമായിരുന്നു എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന സ്ട്രക്ചറാണ് ഷുഡ് ഹാവ് പ്ലസ് V3. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു എന്ന് പറയാൻ നമ്മൾ ഉപയോഗിക്കുക ഷുഡിൻ ഹാവ് പ്ലസ് V3 ആണ്. ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്ന ഒരു കാര്യം ചെയ്തില്ല എന്ന് പറയാൻ ഷുഡ് ഹാവ് പ്ലസ് V3 വേണം ഉപയോഗിക്കാൻ. നീ എന്നോട് പറയണമായിരുന്നു. നീയാണ് സബ്ജക്റ്റ്. യു ഷുഡ് ഹാവ് ടോൾഡ് മീ. ആരോടാണ് പറയേണ്ടത് എന്ന് വ്യക്തമായി പറയുന്നുണ്ട്, എന്നോടാണ് പറയേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മളോട് ഉപയോഗിക്കുന്ന വെർബ് ടോൾഡ് ആണ്, സെഡ് അല്ല. യു ഷുഡ് ഹാവ് ടോൾഡ് മീ. നീ എന്നോട് പറയണമായിരുന്നു. ടോൾഡ് എന്ന വെർബിനും അതിൻ്റെ ഒബ്ജക്റ്റായ മീ എന്ന പ്രൊനൗണിനും ഇടയിൽ ഒരു പ്രിപ്പോസിഷനും ഇല്ല എന്ന് ശ്രദ്ധിക്കണം. ടോൾഡ് ടു മീ അല്ല, ടോൾഡ് മീ. നീ ഇത്ര കെയർലെസ് ആവരുതായിരുന്നു. ഇതും ഒരു കുറ്റപ്പെടുത്തലാണ്. ആരോ വളരെ കെയർലെസ് ആയി ഏതോ ഒരു ഒക്കേഷനിൽ പെരുമാറി. ഇപ്പം നമ്മൾ അതിനവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇത്ര കെയർലെസ് ആവരുതായിരുന്നു. ഇത് നമ്മൾ എങ്ങനെ പറയും? അപ്പം ചെയ്യരുതായിരുന്നു എന്ന് പറയാൻ ഷുഡിൻ ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് V3 ആയി ഉപയോഗിക്കാൻ ആക്ഷൻ വേർബ്സ് ഒന്നും തന്നെയില്ല. കഴിഞ്ഞ എക്സാമ്പിളിൽ നമ്മൾ ടെൽ എന്ന വെർബിന്റെ V3 ആയി ടോൾഡ് ആണ് ഉപയോഗിച്ചത്. അവിടെ പറയണമായിരുന്നു എന്നാണ് പറഞ്ഞത്. ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആക്ഷനെ കുറിച്ചല്ല, ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്. കെയർലെസ് ആവുക എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ് ആണ് അല്ലേ? അപ്പോൾ ഒരാൾ കെയർലെസ് ആണ് എന്ന് നമ്മൾ എങ്ങനെയാ പറയാം? ഹീ ഈസ് വെരി കെയർലെസ്, അല്ലെങ്കിൽ യു ആർ കെയർലെസ്. നീ വളരെ കെയർലെസ് ആണ്. ആയിരുന്നു എന്ന് പറയുമ്പോൾ യു വേർ കെയർലെസ്. ഇനി നമുക്കിവിടെ ഈ ഈസ്, ആം, ആർ, വാസ്, വെർ എല്ലാം ബി എന്ന വെർബിന്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അപ്പോൾ നമ്മളിവിടെ ഉപയോഗിക്കുന്ന വെർബ് ബിയുടെ ഒരു ഫോമാണ്. പ്രസന്റ് ടെൻസിൽ പറയുമ്പോൾ ആർ ഉപയോഗിക്കും, പാസ്റ്റ് ടെൻസിൽ പറയുമ്പോൾ വേർ ഉപയോഗിക്കും. ഇനി ഈ ബിയുടെ V3 ആയ ബീനാണ് നമ്മളിവിടെ ഉപയോഗിക്കുക ഷുഡിന് ശേഷം. യു ഷുഡിൻ ഹാവ് ബീൻ സോ കെയർലെസ്. നീ ഇത്ര കെയർലെസ് ആവരുതായിരുന്നു. ഇവിടെ ഹാവിന് ശേഷം ബി എന്ന വെർബിന്റെ V3 ആയ ബീനാണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ആക്ഷൻ വേർബ്സ് ഒന്നും തന്നെയില്ല. ഈസിൻ്റെയും ആമിൻ്റെയും ആറിൻ്റെയും ഒക്കെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. ഹാവ് ബീനും ഹാസ് ബീനും എല്ലാം. യു ഷുഡിൻ ഹാവ് ബീൻ സോ കെയർലെസ്. നീ ഇത്ര കെയർലെസ് ആവരുതായിരുന്നു. ബിയുടെ V3 ആയ ബീനാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അത് ശ്രദ്ധിക്കണം. ഇവിടെ ആക്ഷൻ വേർബ്സ് ഒന്നും തന്നെയില്ല. നമ്മൾ സംസാരിക്കുന്ന ഒരു ആക്ഷനെ കുറിച്ചല്ല, ഒരു പ്രവൃത്തിയെ കുറിച്ചല്ല, മറിച്ച് ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ്. കെയർലെസ് ആവുക എന്ന സ്റ്റേറ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സ്റ്റേറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന V3 എപ്പോഴും ബീനായിരിക്കും. അവൻ പാർട്ടിക്ക് വന്നില്ല, അവൻ്റെ ബ്രദറും വന്നില്ല. രണ്ട് നെഗറ്റീവ് സെൻറ്റൻസസ് നമ്മളിവിടെ പറയുന്നുണ്ട്. ആദ്യത്തേത് പറഞ്ഞു, പിന്നെ അതിനോട് മറ്റൊരു നെഗറ്റീവ് സെൻറ്റൻസ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് നമുക്ക് ഇങ്ങനെ പറയാം: അവൻ പാർട്ടിക്ക് വന്നില്ല, ഹീ ഡിഡിൻ കം ടു ദ പാർട്ടി, അല്ലെങ്കിൽ ഹീ ഡിഡിൻ അറ്റൻഡ് ദ പാർട്ടി. അവൻ്റെ ബ്രദറും വന്നില്ല, ഹിസ് ബ്രദർ ഡിഡിൻ കം ടു ദ പാർട്ടി. ഇതാണ് രണ്ട് ക്ലോസസ്. നമ്മളിത് ആക്ച്വലി അങ്ങനെയല്ല പറയുക. നമുക്ക് പറയേണ്ടത് അവൻ്റെ ബ്രദറും വന്നില്ല എന്നാണ്. അപ്പോൾ ആ ബ്രദറും വന്നില്ല എന്ന അർത്ഥം കിട്ടാൻ നമ്മൾ ഉപയോഗിക്കുന്ന വേറൊരു സ്ട്രക്ചറാണ്. രണ്ട് നെഗറ്റീവ് സെൻറ്റൻസസ് പറയുമ്പോൾ നമ്മളത് ഇങ്ങനെയാണ് പറയാം: ഹീ ഡിഡിൻ കം ടു ദ പാർട്ടി, ഹിസ് ബ്രദർ ഡിഡിൻ ഐദർ. ഹിസ് ബ്രദർ ഡിഡിൻ കം എന്നല്ല പിന്നെ പറയുന്നത്, ഹിസ് ബ്രദർ ഡിഡിൻ ഐദർ എന്നാണ്. അതിനർത്ഥം അവൻ്റെ ബ്രദറും വന്നില്ല എന്നാണ്. നെഗറ്റീവായ രണ്ട് സെൻറ്റൻസസിനെ കുറിച്ച് പറയുമ്പോഴാണ് നമ്മളിങ്ങനെ ഐദർ ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. അഫിർമേറ്റീവായ രണ്ട് കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഐദർ അല്ല നമ്മൾ ഉപയോഗിക്കുക, സോ ആണ് ഉപയോഗിക്കുക. അത് സെൻറ്റൻസിൻ്റെ ആദ്യമാണ് വരിക. ഐദർ വരുന്നത് ആ ക്ലോസിൻ്റെ അവസാനമാണ്. ഹീ ഡിഡിൻ കം ടു ദ പാർട്ടി, ഹിസ് ബ്രദർ ഡിഡിൻ ഐദർ. ഡിഡിൻ കം ഐദർ എന്നും വേണമെങ്കിൽ പറയാം. ആ കം അവിടെ നിർബന്ധമില്ല. അവൻ്റെ സഹോദരനും എന്ന അർത്ഥം കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഐദർ ഉപയോഗിക്കുന്നത്. നെഗറ്റീവായ കാര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഐദർ ഉപയോഗിക്കുന്നത്. ഇത് തന്നെ നമുക്ക് നോർ ഉപയോഗിച്ച് പറയാം, നീദർ ഉപയോഗിച്ച് പറയാം. അങ്ങനെ വരുമ്പോൾ അത് ആ രണ്ട് വാക്കുകളും ആ ക്ലോസിൻ്റെ ആദ്യമാണ് വരിക. ഹിസ് ബ്രദർ ഡിഡിൻ ഐദർ എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് നോർ ഡിഡ് ഹിസ് ബ്രദർ എന്ന് പറയാം. നോർ ഡിഡ് ഹിസ് ബ്രദർ. അതും അല്ലെങ്കിൽ നീദർ ഡിഡ് ഹിസ് ബ്രദർ എന്ന് പറയാം. പിന്നെ ഐദർ ഉപയോഗിക്കരുത്. ഹീ ഡിഡിൻ കം ടു ദ പാർട്ടി, നോർ ഡിഡ് ഹിസ് ബ്രദർ. നോർ ആദ്യം വരും, നീദറും ആദ്യം വരും, ഐദർ അവസാനമാണ് വരിക. നീദറും നോറും നെഗറ്റീവ് വാക്കുകളാണ്. പിന്നെ അതിനകത്ത് നമ്മൾ വേറെ ഒരു നോട്ട് ഉപയോഗിക്കുന്നില്ല. ഐദർ പക്ഷേ നെഗറ്റീവ് വാക്കല്ല. അതുകൊണ്ട് തന്നെ പിന്നെ ആ ക്ലോസിൽ വേറെ ഒരു നെഗറ്റീവ് വേർഡ് നോട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഡിഡിൻ ഐദർ എന്നാണ് പറയുന്നത്. ഡിഡിൻ്റെ ഐദർ തന്നെയാണ് നീദർ അല്ലെങ്കിൽ നോർ. ഹി ഡിഡിൻ കം ടു ദ പാർട്ടി, ഹിസ് ബ്രദർ ഡിഡിൻ ഐദർ, അല്ലെങ്കിൽ നോർ ഡിഡ് ഹിസ് ബ്രദർ. അവൻ്റെ ബ്രദറും വന്നില്ല. എനിക്ക് തലവേദന ഉണ്ട്, ഐ ഹാവ് എ ഹെഡ് ഏക്ക്. നമ്മൾ പൊതുവെ തലവേദനയെക്കുറിച്ച് പറയുമ്പോൾ, പല്ലുവേദനയെക്കുറിച്ചൊക്കെ പറയുമ്പോൾ എ ടൂത്ത് ഏക്ക്, എ ഹെഡ് ഏക്ക് അങ്ങനെയെല്ലാമാണ് പറയുന്നത്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്.
ഞാൻ എഴുന്നേറ്റപ്പോൾ ആണ് അത് തുടങ്ങിയത്. അത് തുടങ്ങി. ഇറ്റ് സ്റ്റാർട്ടഡ്. ഞാൻ എഴുന്നേറ്റപ്പോൾ. വെൻ ഐ വോക്ക് അപ്പ് അല്ലെങ്കിൽ വെൻ ഐ ഗോട്ട് അപ്പ്. എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ ഗെറ്റപ്പ് ആണ്. ഉണരുക എന്നതിനാണ് വേക്കപ്പ് എന്ന് പറയുന്നത്. ഞാനിവിടെ ഉണർന്നു എന്ന അർത്ഥത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഐ ഹാവ് എ ഹെഡ് ഏക്ക്. ഇറ്റ് സ്റ്റാർട്ടഡ് വെൻ ഐ വോക്ക് അപ്പ്. ഞാൻ ഉണർന്നപ്പോഴാണ് അത് തുടങ്ങിയത്. പാസ്റ്റിലുള്ള രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. രണ്ട് ക്ലോസിലും നമ്മൾ ഉപയോഗിച്ച സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. അത് തുടങ്ങി, ഞാൻ ഉണർന്നപ്പോൾ. ഇറ്റ് സ്റ്റാർട്ടഡ് വെൻ ഐ വോക്ക് അപ്പ്. ഇനി ഇത്, ഞാൻ എഴുന്നേറ്റപ്പോൾ മുതൽ എനിക്ക് തലവേദനയുണ്ട്. ഇതെങ്ങനെ പറയും? രാവിലെ എഴുന്നേറ്റ സമയം തൊട്ട് ഇപ്പതായി സംസാരിക്കുന്ന സമയം വരെയും തലവേദനയുണ്ട്. അതായത് പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത് പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത ഒരു സിറ്റുവേഷനെ കുറിച്ചാണ് നമുക്കിവിടെ പറയേണ്ടത്. ഇതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് പറയാൻ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. ആക്ഷൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുക പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആണ്. തലവേദന ഉണ്ട് എന്നുള്ളത് ആക്ഷൻ അല്ല, അതൊരു സ്റ്റേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്ന പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് അല്ല, മറിച്ച് പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ആണ്. അപ്പോൾ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസിന്റെ ഫോം എന്താ? ഹാവ് പ്ലസ് V3 ആണ് അല്ലേ? ഐ ഹാവ് എ ഹെഡ് ഏക്ക് എന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ്. നമുക്കിനി ആ ഹാവ് എന്ന വെർബിന് പകരം അതിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ടെൻസ് ഫോം ഉപയോഗിക്കണം. ഏത് വെർബിൻ്റെയും പ്രസന്റ് പെർഫെക്റ്റ് നമ്മളെ ഹാവിന് ശേഷം V3 ഉപയോഗിച്ചാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളത് എങ്ങനെയാണ് പറയാം? ഹാവിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാവ് ഹാഡ് ആണ്. ഹാസിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഹാഡ് ആണ്. അത് ശ്രദ്ധിക്കുക, അത് ഓർത്തിരിക്കുക. നമ്മൾ ഈസിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ബീൻ ആണെന്ന് കഴിഞ്ഞ എക്സാമ്പിളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ആറിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാവ് ബീൻ ആണ്. അതുപോലെ ഹാവിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാവ് ഹാഡ് ആണ്. ഹാസിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ഹാസ് ഹാഡ് ആണ്. ഞാൻ എഴുന്നേറ്റപ്പോൾ മുതൽ എനിക്ക് തലവേദനയുണ്ട്. ഐ ഹാവ് ഹാഡ് എ ഹെഡ് ഏക്ക്. ഞാൻ എഴുന്നേറ്റപ്പോൾ മുതൽ. സിൻസ് ഐ വോക്കപ്പ് അല്ലെങ്കിൽ സിൻസ് ഐ ഗോട്ട് അപ്പ്. ഇവിടെ പാസ്റ്റിൽ സ്റ്റാർട്ട് ചെയ്ത പ്രസന്റ് വരെ കണ്ടിന്യൂ ചെയ്ത ഒരു സ്റ്റേറ്റിനെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉപയോഗിച്ചാൽ പോരാ. ഐ ഹാവ് എ ഹെഡ് ഏക്ക് സിൻസ് ഐ വോക്കപ്പ് എന്നല്ല നമ്മൾ പറയുക. ഐ ഹാവ് ഹാഡ് എ ഹെഡ് ഏക്ക് സിൻസ് ഐ വോക്കപ്പ് എന്നാണ്. ഹാവ് ഹാഡ് എന്നത് ഹാവിൻ്റെ പ്രസന്റ് പെർഫെക്റ്റ് ആണ്. അത്രയും മനസ്സിലാക്കി വയ്ക്കുക. സ്ഥിതി ഇംപ്രൂവ് ചെയ്യാനായി നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിൽ കാര്യമില്ല അല്ലെങ്കിൽ പ്രയോജനമില്ല. സ്ഥിതി എന്നതിന് നമുക്ക് സിറ്റുവേഷൻ എന്ന് പറയാം. നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. രണ്ട് രീതിയിൽ പറയാം. നമുക്ക് ഇത് ദർ ഉപയോഗിച്ച് സ്റ്റാർട്ട് ചെയ്യാം ഈ സെൻറ്റൻസ്. അങ്ങനെയാണെങ്കിൽ നമ്മളിത് ഇങ്ങനെ പറയാം: നിനക്ക് ചെയ്യാൻ കഴിയുന്നതായി ഒന്നുമില്ല. ദർ ഈസ് നത്തിങ് യു ക്യാൻ ഡു. നിനക്ക് ചെയ്യാൻ കഴിയുന്നത്. ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. സാഹചര്യം ഇംപ്രൂവ് ചെയ്യാനായി. ടു ഇംപ്രൂവ് എന്ന് പറയുമ്പോൾ ഇംപ്രൂവ് ചെയ്യാൻ. ദർ ഈസ് നത്തിങ് ഒന്നുമില്ല. യു ക്യാൻ ഡു നിനക്ക് ചെയ്യാൻ കഴിയുന്നത്. ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ സാഹചര്യം ഇംപ്രൂവ് ചെയ്യാനായി. ദർ ഈസ് നത്തിങ് യു ക്യാൻ ഡു ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിൽ പ്രയോജനമില്ല. ടെൻഷൻ എടുത്തിട്ട് കാര്യമില്ല. ഇങ്ങനെ ഒരു കാര്യം ചെയ്തിട്ട് കാര്യമില്ല അല്ലെങ്കിൽ പ്രയോജനമില്ല എന്നെല്ലാം പറയാൻ നമ്മൾ മെയിൻലി ഉപയോഗിക്കുന്ന രണ്ട് സ്ട്രക്ചേഴ്സാണ്. ഇറ്റ് ഈസ് നോ യൂസ് അല്ലെങ്കിൽ ദർ ഈസ് നോ പോയിന്റ് ഇൻ. പോയിന്റ് ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സെന്റൻസ് സ്റ്റാർട്ട് ചെയ്യുന്ന ദർ ഉപയോഗിച്ചാണ്. പിന്നെ പോയിന്റിന് ശേഷം ഇൻ ഉണ്ട്. ഇറ്റ് ഈസ് നോ യൂസ് ആയാലും ദർ ഈസ് നോ പോയിന്റ് ആയാലും അതിനുശേഷം വരുന്നത് ING ഫോം ആണ് എന്നുകൂടി ശ്രദ്ധിക്കണം. ഇറ്റ് ഈസ് നോ യൂസ് വറിയിങ് എബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിൽ പ്രയോജനമില്ല. സോ ദർ ഈസ് നോ പോയിന്റ് ഇൻ വറിയിങ് എബൌട്ട് ഇറ്റ്. ദർ ഈസ് നോ പോയിന്റ് ഇൻ വറിയിങ് എബൌട്ട് ഇറ്റ്. അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിൽ യാതൊരു കാര്യവുമില്ല. പോയിന്റിന് ശേഷം ഇൻ എന്ന പ്രിപ്പോസിഷൻ ഉണ്ട്. പിന്നെയാണ് ING ഫോം വരുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഇത് തന്നെ നമുക്ക് മറ്റൊരു രീതിയിലും പറയാം. ഇവിടെ നമ്മൾ ദർ ഉപയോഗിച്ചാണ് ആദ്യത്തെ സെന്റൻസ് തുടങ്ങിയത്. നമുക്കത് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന രീതിയിലും പറയാം. അങ്ങനെയാകുമ്പോൾ നമ്മളിത് ഇങ്ങനെ പറയാം: യു കനോട്ട് ഡു എനിത്തിങ് ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ. യു കനോട്ട് ഡു എനിത്തിങ് നിനക്ക് ചെയ്യാൻ കഴിയില്ല ഒന്നും. യു കനോട്ട് ഡു എനിത്തിങ് എന്ന് പറയുമ്പോൾ നിനക്ക് ചെയ്യാൻ കഴിയില്ല. എനിത്തിങ് ഒന്നും. ടു ഇംപ്രൂവ് ദ സിറ്റുവേഷൻ സ്ഥിതി ഇംപ്രൂവ് ചെയ്യാനായി. അതുകൊണ്ട് അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നതിൽ പ്രയോജനമില്ല. സോ ഇറ്റ് ഈസ് നോ യൂസ് വറിയിങ് എബൌട്ട് ഇറ്റ്. ഇവിടെയും നമ്മൾ യൂസിന് ശേഷം ING ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് എനിക്ക് ഈ ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണം. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന കാര്യമല്ല പറയുന്നത്, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കുന്ന കാര്യമാണ് പറയുന്നത്. ഇങ്ങനെ നമ്മളൊരു പ്രവൃത്തി മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കണം അല്ലെങ്കിൽ ചെയ്യിച്ചു എന്നെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഹാവിൻ്റെയും ഗെറ്റിൻ്റെയും പോസിറ്റീവ് ഫോംസ് ആണ്. നമ്മളതിനെക്കുറിച്ച് പല വീഡിയോസും ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. ഒരു പ്രത്യേക സ്ട്രക്ചറാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. എനിക്ക് എത്രയും പെട്ടെന്ന് ഈ ഡോക്യുമെൻ്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണം. എനിക്ക് കിട്ടണം. ഐ മസ്റ്റ് ഹാവ് അല്ലെങ്കിൽ ഐ മസ്റ്റ് ഗെറ്റ്.
ഈ ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടണം. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നല്ല പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാം ഐ മസ്റ്റ് ട്രാൻസ്ലേറ്റ് ദിസ് ഡോക്യുമെന്റ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ എന്നാണ്. ഐ മസ്റ്റ് ട്രാൻസ്ലേറ്റ് ദിസ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഞാൻ ഈ ഡോക്യുമെന്റ് എത്രയും പെട്ടെന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നാണ്. ഇവിടെ അതല്ല പറയുന്നത്, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കണം എന്നാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ പറയാം, ഐ മസ്റ്റ് ഹാവ് ദിസ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ, അല്ലെങ്കിൽ ഐ മസ്റ്റ് ഗെറ്റ്. ഹാവിന് പകരം നമുക്കിവിടെ ഗെറ്റ് ഉപയോഗിക്കാം. ഐ മസ്റ്റ് ഗെറ്റ് ദിസ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഇവിടെ ഹാവിന് ശേഷം അല്ലെങ്കിൽ ഗെറ്റിന് ശേഷം ആ ഒരു ഒബ്ജക്റ്റ് എന്താണോ ട്രാൻസ്ലേറ്റ് ചെയ്ത് കിട്ടേണ്ടത് അതിനെ സൂചിപ്പിക്കുന്ന നൗൺ ഉപയോഗിച്ചു. പിന്നെ അതിന് ശേഷമാണ് V3 ഉപയോഗിക്കുന്നത് എന്ന് ശ്രദ്ധിക്കണം. ഐ മസ്റ്റ് ട്രാൻസ്ലേറ്റ് ദിസ് ഡോക്യുമെന്റ് എന്ന് പറയുമ്പോൾ ഞാനാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ഐ മസ്റ്റ് ഹാവ് ദിസ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റഡ് എന്ന് പറയുമ്പോൾ മറ്റൊരാളെ കൊണ്ട് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്ത് എനിക്ക് കിട്ടുകയാണ് വേണ്ടത്. ഐ മസ്റ്റ് ഹാവ് ദിസ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റഡ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ, എത്രയും പെട്ടെന്ന്, ആസ് സൂൺ ആസ് പോസിബിൾ എന്നും പറയാം. ഈ സ്ട്രക്ചറിൽ ഹാവിൻ്റെയും ഗെറ്റിൻ്റെയും ഈ കോസറ്റീവ് ഫോമിൽ നമ്മൾ ഉപയോഗിക്കുന്ന വെർബ് V3 ആണ്, ശ്രദ്ധിക്കണം. ഹാവ് ദിസ് ഡോക്യുമെന്റ് ട്രാൻസ്ലേറ്റഡ് എന്നാണ് പറയുന്നത്, ട്രാൻസ്ലേറ്റ് എന്നല്ല. ഒരു ജോലി കിട്ടാൻ അവൾക്ക് ഒരു വിഷമവും ഉണ്ടാവില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ വിഷമമുണ്ട് അല്ലെങ്കിൽ ഉണ്ടായി എന്നെല്ലാം പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ഹാവ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഹാവ് ട്രബിൾ. ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഹാഡ് ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഹാഡ് ട്രബിൾ. ഈ രണ്ട് എക്സ്പ്രഷനിലും അതിനുശേഷം വരുന്നത് ING ഫോമാണ് എന്ന് ശ്രദ്ധിക്കണം. അവൾക്ക് ഒരു ജോലി കിട്ടാൻ ഒരു വിഷമവും ഉണ്ടാവില്ല. നമ്മൾ പറയുന്നത് ഫ്യൂച്ചറിനെ കുറിച്ചാണ്. അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളത് എങ്ങനെ പറയും? ഷീ വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഷീ വിൽ ഹാവ് നോ ട്രബിൾ ഗെറ്റിംഗ് എ ജോബ്. ഷീ വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഷീ വിൽ ഹാവ് നോ ട്രബിൾ ഗെറ്റിംഗ് എ ജോബ് അല്ലെങ്കിൽ ഫൈൻഡിങ് എ ജോബ്, ഒരു ജോലി കണ്ടുപിടിക്കാൻ. ഫൈൻഡ് എന്ന് പറയുമ്പോൾ കണ്ടുപിടിക്കാൻ എന്നാണ് അർത്ഥം. ഷീ വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി ഫൈൻഡിങ് എ ജോബ്, ഒരു ജോലി കണ്ടുപിടിക്കാൻ അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവൾക്ക് ഉണ്ടായില്ല എന്നാണ് പറയേണ്ടതെങ്കിൽ നമ്മൾ പറയാം ഷീ ഹാഡ് നോ ഡിഫിക്കൽട്ടി എന്നാണ്. അവൾക്ക് ജോലി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ഹാഡ് നോ ഡിഫിക്കൽട്ടി എന്നതിന് പകരം നമുക്ക് ഷീ ഡിഡിൻറ്റ് ഹാവ് എനി ഡിഫിക്കൽട്ടി എന്നും പറയാം. ഷീ ഡിഡിൻറ്റ് ഹാവ് എനി ഡിഫിക്കൽട്ടി ഫൈൻഡിങ് എ ജോബ്, അതിനർത്ഥം അവൾക്ക് ഒരു ജോലി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്നാണ്. ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി എന്ന എക്സ്പ്രഷനാണ്. ഷീ വിൽ ഹാവ് നോ ഡിഫിക്കൽട്ടി അല്ലെങ്കിൽ ഷീ വിൽ ഹാവ് നോ ട്രബിൾ ഫൈൻഡിങ് എ ജോബ്. ഡിഫിക്കൽട്ടി ആയാലും ട്രബിൾ ആയാലും പിന്നെ അതിനുശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ING ഫോമാണ്. എന്നെ 8 മണിക്ക് ശേഷം വിളിച്ചാൽ മതി, അപ്പോഴേക്കും ഞാൻ ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. ഫ്യൂച്ചറിൽ ഒരു കാര്യം, ഫ്യൂച്ചറിൽ ഏതോ ഒരു സമയത്ത് ഒരു കാര്യം നടന്നിട്ടുണ്ടാവും എന്ന് പറയാൻ നമുക്ക് ഉപയോഗിക്കാവുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ആണ്. എന്നെ 8 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. ഇതൊരു ഓർഡറോ റിക്വസ്റ്റോ അങ്ങനെ എന്തോ ആണ്. അപ്പോൾ നമ്മൾ ഇംപറേറ്റീവ് സെന്റൻസ് ആണ് ഉപയോഗിക്കുന്നത്. കോൾ മീ ആഫ്റ്റർ 8 o'clock. ഇംപറേറ്റീവ് സെന്റൻസസ് നമ്മൾ എപ്പോഴും ആ വെർബ് ഉപയോഗിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുക. അതിന്റെ സബ്ജക്റ്റായി യു നമ്മൾ മെൻഷൻ ചെയ്യാറില്ല. യു കോൾ മീ എന്നല്ല പറയുന്നത്, കോൾ മീ ആഫ്റ്റർ 8 o'clock. എന്നെ 8 മണിക്ക് ശേഷം വിളിച്ചാൽ മതി. ഞാൻ അപ്പോഴേക്കും ഡിന്നർ കഴിച്ചിട്ടുണ്ടാവും. ഇപ്പൊ രാത്രി ആയിട്ടില്ല, ഡിന്നർ കഴിച്ചിട്ടുമില്ല, പക്ഷെ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പറയാണ് രാത്രി 8 മണി ആകുമ്പോഴേക്കും ഞാൻ കഴിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഫ്യൂച്ചറിൽ ഏതോ ഒരു സമയത്ത് ഒരു പ്രവൃത്തി നടന്നിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്യൂച്ചർ പെർഫെക്റ്റ് ഉപയോഗിക്കും. ഐ വിൽ ഹാവ് ഹാഡ് ഡിന്നർ ബൈ ദെൻ. ബൈ ദെൻ എന്ന് പറയുമ്പോൾ അപ്പോഴേക്കും. ഐ വിൽ ഹാവ് ഹാഡ് ഡിന്നർ. ഫ്യൂച്ചർ പെർഫെക്റ്റിന്റെ ഫോം വിൽ ഹാവ് പ്ലസ് V3 ആണ്. ഐ വിൽ ഹാവ് ഈറ്റൺ ബൈ ദെൻ എന്ന് നമുക്ക് പറയാം. ഹാഡ് ഡിന്നർ എന്നതിന് പകരം ഈറ്റൺ എന്ന് പറയാവുന്നതാണ്. ഐ വിൽ ഹാവ് ഈറ്റൺ ബൈ ദെൻ. ഞാൻ അപ്പോഴേക്കും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഐ വിൽ ഹാവ് ഹാഡ് ഡിന്നർ ബൈ ദെൻ. ഞാൻ വീട്ടിൽ പോവുകയാണ്, എനിക്ക് ഇനിയും കാത്തു നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ വീട്ടിൽ പോവുകയാണ്. ഐ ആം ഗോയിങ് ഹോം. ഗോയിങ് ടു ഹോം അല്ല, ഗോയിങ് ഹോം. ഹോമിന് മുന്നിൽ നമ്മൾ ടു എന്ന പ്രിപ്പോസിഷൻ ഉപയോഗിക്കില്ല. ഹോമിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരേ ഒരു പ്രിപ്പോസിഷൻ അറ്റാണ്. അത് തന്നെ നമ്മൾ എല്ലായ്പ്പോഴും ഉപയോഗിക്കാറുമില്ല. ഐ ആം ഗോയിങ് ഹോം. ഞാൻ വീട്ടിൽ പോവുകയാണ്, എനിക്ക് ഇനിയും കാത്തു നിൽക്കാൻ താല്പര്യമില്ല. നമുക്കൊരു കാര്യം ചെയ്യാൻ ഇൻട്രസ്റ്റ് ഇല്ല, താല്പര്യമില്ല, ചെയ്യണ്ട എന്നെല്ലാം പറയാൻ നമ്മൾ ഉപയോഗിക്കുന്ന വെർബാണ് വാണ്ട്. എനിക്ക് ഇനിയും കാത്തു നിൽക്കാൻ താല്പര്യമില്ല. എനിക്ക് അത് ചെയ്യണമെന്നില്ല. ഐ ഡോണ്ട് വാണ്ട്. എന്ത്? കാത്തു നിൽക്കാൻ. ടു വെയിറ്റ്. ഇനിയും, എനി ലോങ്ങർ. ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ് എനി ലോങ്ങർ. അതിനർത്ഥം ഇപ്പൊ കുറെ നേരമായി കാത്തു നിൽക്കുന്നു, ഇനി ഇതിൽ കൂടുതൽ കാത്തു നിൽക്കാൻ എനിക്ക് താല്പര്യമില്ല. ആ അർത്ഥത്തിലാണ് നമ്മൾ എനി ലോങ്ങർ എന്ന എക്സ്പ്രഷൻ അവിടെ ഉപയോഗിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ് എനി ലോങ്ങർ. ഐ ആം ഗോയിങ് ഹോം. ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്, ഇനി ഇതിൽ കൂടുതൽ എനിക്ക് കാത്തു നിൽക്കാൻ കഴിയില്ല അല്ലെങ്കിൽ കാത്തു നിൽക്കാൻ താല്പര്യമില്ല. ഐ ഡോണ്ട് വാണ്ട് ടു വെയിറ്റ് എനി ലോങ്ങർ. വാണ്ട് എന്ന വെർബിന് ശേഷം നമ്മൾ എപ്പോഴും ടു ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിക്കണം.
നിനക്ക് വീക്കെൻഡിൽ ജോലി ചെയ്യാൻ മടിയുണ്ടോ അല്ലെങ്കിൽ പരാതിയുണ്ടോ? നമുക്കൊരാളോട് ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്യാൻ എന്തെങ്കിലും പരാതിയുണ്ടോ, വിരോധമുണ്ടോ, മടിയുണ്ടോ എന്നെല്ലാം ചോദിക്കാനായി ഉപയോഗിക്കാവുന്ന എക്സ്പ്രഷനാണ് ഡു യു മൈൻഡ്. അതിനുശേഷം എല്ലായ്പ്പോഴും ING ഫോമാണ് വരുന്നത്. ഡു യു മൈൻഡ് വർക്കിംഗ് ഓൺ ദ വീക്കെൻഡ് അല്ലെങ്കിൽ അറ്റ് ദ വീക്കെൻഡ്. നിനക്ക് വീക്കെൻഡിൽ ജോലി ചെയ്യാൻ എന്തെങ്കിലും വിരോധമുണ്ടോ? ഡു യു മൈൻഡ് വർക്കിംഗ് അറ്റ് ദ വീക്കെൻഡ് അല്ലെങ്കിൽ ഓൺ ദ വീക്കെൻഡ്. മൈൻഡിന് ശേഷം ING ഫോമാണ് ഉപയോഗിക്കുക എന്ന് ശ്രദ്ധിക്കുക. അവൾ വണ്ണം വെച്ചതുപോലെ തോന്നുന്നു. അവൾക്ക് ഭാരം കൂടിയതുപോലെ തോന്നുന്നു. അത് നമ്മൾ പറയുന്നത് ഇറ്റ് സീംസ് എന്നാണ്. എന്താ തോന്നുന്നത്? അവള് ഭാരം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന്. ദാറ്റ്, ഇറ്റ് സീംസ് ദാറ്റ്, അവൾ ഭാരം വെച്ചിട്ടുണ്ട്. നമ്മൾ ഭാരം കൂടി അല്ലെങ്കിൽ ഭാരം കുറഞ്ഞു എന്നെല്ലാം പറയാനായിട്ട് ഉപയോഗിക്കുന്ന വേർബ്സ് ഗെയിനും ലോസുമാണ്. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ഗെയിൻഡ് വെയിറ്റ്, അവൾ ഭാരം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ഗെയിൻഡ് വെയിറ്റ്. ഇറ്റ് സീംസ് ദാറ്റ് എന്ന് പറയുമ്പോൾ എന്ന് തോന്നുന്നു. ഷീ ഹാസ് ഗെയിൻഡ് വെയിറ്റ് എന്ന് പറയുമ്പോൾ അവൾ ഭാരം വെച്ചിട്ടുണ്ട്. അവൾ ഭാരം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ഗെയിൻഡ് വെയിറ്റ്. ഇത് തന്നെ നമുക്ക് ഷീ സബ്ജക്റ്റായും പറയാം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ദാറ്റ് ക്ലോസ് അല്ല, ഒരു ഇൻഫിനിറ്റീവ് ആണ് സീംസിന് ശേഷം ഉപയോഗിക്കുന്നത്. ഷീ സീംസ് ടു ഹാവ് ഗെയിൻഡ് വെയിറ്റ്, അവൾ ഭാരം വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഷീ സീംസ് ടു ഹാവ് ഗെയിൻഡ് വെയിറ്റ്. സബ്ജക്റ്റായി ഷീ വരുമ്പോൾ പിന്നെ അവിടെ ദാറ്റ് ക്ലോസ് അല്ല അതിനുശേഷം വരുന്നത്. നമ്മൾ ഉപയോഗിക്കുന്നത് ടു ഇൻഫിനിറ്റീവ് ആണ്. അതിൻ്റെ ഒരു ഡിഫറെൻറ്റ് ഫോമാണ്. ടു ഹാവ് ഗെയിൻഡ് എന്ന് പറയുമ്പോൾ അത് സിമ്പിൾ ഇൻഫിനിറ്റീവ് അല്ല, പെർഫെക്റ്റ് ഇൻഫിനിറ്റീവ് ആണ്. ഷീ സീംസ് ടു ഹാവ് ഗെയിൻഡ് വെയിറ്റ് അല്ലെങ്കിൽ ഇറ്റ് സീംസ് ദാറ്റ് ഷീ ഹാസ് ഗെയിൻഡ് വെയിറ്റ്. അപകടത്തിൽ പരുക്കേറ്റ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. രണ്ട് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്ന്, ഒരു കുട്ടിക്ക് അപകടത്തിൽ പരിക്കേറ്റു. രണ്ട്, ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നമുക്കിത് രണ്ടായി തന്നെ പറഞ്ഞു നോക്കാം. ഒരു കുട്ടിക്ക് അപകടത്തിൽ പരിക്കേറ്റു. എ ചൈൽഡ് അല്ലെങ്കിൽ എ ബോയ്, എ ഗേൾ, അത് നമുക്ക് ഇഷ്ടമുള്ളതുപോലെ പറയാം. എ ബോയ് വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ്. എ ബോയ് വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ്. എ ബോയ് ഇഞ്ചേർഡ് എന്നല്ല പറഞ്ഞത്, പാസീവ് വെർബാണ് ഉപയോഗിക്കുന്നത്. ആ കുട്ടിയൊന്നും ചെയ്യുന്നില്ല, അപകടത്തിൽ ആ കുട്ടിക്ക് പരിക്ക് പറ്റുകയാണ് ചെയ്യുന്നത്. സബ്ജക്റ്റ് ആക്ഷൻ ഒന്നും ചെയ്യാതെ സബ്ജക്റ്റിന് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുക പാസീവ് വെർബ് ഫോമാണ്. എ ബോയ് വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ്. ഒരു കുട്ടിക്ക് അപകടത്തിൽ പരിക്ക് പറ്റി. ഹി വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഇവിടെയും ഹോസ്പിറ്റലിന് മുന്നിൽ ദ എന്ന ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് ശ്രദ്ധിക്കണം. അവനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നമുക്കിനി ഇതിനെ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച് കമ്പൈൻ ചെയ്യാം. അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ പിന്നെ നമ്മൾ എ ബോയ് എന്നല്ല പറയുക, ദ ബോയ് എന്നാണ്. പരിക്കേറ്റ കുട്ടി, ദ ബോയ്. ഹു വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. ദ ബോയ് ഹു വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഹു വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് ആണ് ഇവിടുത്തെ റിലേറ്റീവ് ക്ലോസ്. ദ ബോയ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ അതാണ് മെയിൻ ക്ലോസ്. റിലേറ്റീവ് ക്ലോസ് നമ്മൾ ആ മെയിൻ ക്ലോസിന് ഇടയിലാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റിലേറ്റീവ് ക്ലോസസ് എല്ലായ്പ്പോഴും, റിലേറ്റീവ് ക്ലോസ് എന്ന് പറയുമ്പോൾ റിലേറ്റീവ് പ്രൊനൗൺ ഉപയോഗിച്ച് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ക്ലോസ് ആണ് റിലേറ്റീവ് ക്ലോസ്. അത് ഏത് നൗണിനെ കുറിച്ച് പറയുന്നോ ആ നൗണിന് ഇമ്മീഡിയറ്റ്ലി ശേഷമാണ് വരുന്നത്. ഇവിടെ ഈ റിലേറ്റീവ് ക്ലോസ് ഹു വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് എന്നത് ആ കുട്ടിയെ കുറിച്ചുള്ളതാണ്. അപ്പോൾ ബോയ് എന്ന നൗണിന് ശേഷമാണ് അത് വന്നത്. അതിൻ്റെ പൊസിഷൻ മാറ്റരുത്. ദ ബോയ് ഹു വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. അപകടത്തിൽ പരിക്കേറ്റ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. നമുക്ക് ഈ റിലേറ്റീവ് ക്ലോസിനെ റെഡ്യൂസ് ചെയ്തിട്ട് നമുക്കിതിനെ സിമ്പിളായി മറ്റൊരു രീതിയിലും പറയാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് ഇങ്ങനെ കിട്ടാം. ദ ബോയ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. ഹു വാസ് ഇഞ്ചേർഡ് എന്ന റിലേറ്റീവ് ക്ലോസിന് പകരം നമ്മളിവിടെ ഇഞ്ചേർഡ് എന്ന പാർട്ടിസിപ്പിൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയും നമുക്ക് പറയാം. ദ ബോയ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് എന്ന് പറഞ്ഞാൽ അപകടത്തിൽ പരിക്കേറ്റ കുട്ടി. ആ കുട്ടിയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. ദ ചിൽഡ്രൻ പ്ലേയിങ് ഇൻ ദ പാർക്ക് എന്ന് പറയുമ്പോൾ പാർക്കിൽ കളിക്കുന്ന കുട്ടികൾ. ദ വുമൺ സിറ്റിംഗ് നിയർ ദ ഡോർ എന്ന് പറയുമ്പോൾ ഡോറിന് സമീപത്ത് ഇരിക്കുന്ന സ്ത്രീ. ദ ബോയ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ. ഇവിടെ നമ്മൾ ഇഞ്ചറിങ് എന്നല്ല പറഞ്ഞത്, ഇഞ്ചേർഡ് എന്നാണ് പറഞ്ഞത്. കാരണം നമ്മുടെ ഒറിജിനൽ സെന്റൻസിൽ പാസീവ് വെർബാണ് ഉപയോഗിച്ചിട്ടുള്ളത്. എ ബോയ് വാസ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് എന്നാണ് നമ്മൾ പറഞ്ഞത്. അത് പാസീവ് വോയിസിലാണ്. റിലേറ്റീവ് ക്ലോസ് പാസീവ് വോയിസിലാവുന്ന സമയത്ത് പിന്നെ നമ്മൾ അതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഇങ്ങനെ ചെറുതാക്കി പറയുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുക ING ഫോം അല്ല, B3 തന്നെയാണ്. ആ റിലേറ്റീവ് ക്ലോസിൽ ഉപയോഗിച്ചിട്ടുള്ള വെർബ് ഏതോ അത് തന്നെയാണ് ഇവിടെ ഉപയോഗിക്കുക. ദ ബോയ് ഇഞ്ചേർഡ് ഇൻ ദ ആക്സിഡന്റ് വാസ് ടേക്കൺ ടു ഹോസ്പിറ്റൽ.
ഇനി ഇവിടെ കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന് നോക്കുക. നിങ്ങൾക്ക് ഇതിന്റെ ആൻസേഴ്സ് താഴെ പോസ്റ്റ് ചെയ്യാം. ഇത് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് അത് ചോദിക്കാം. മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഓൺലൈൻ ഇംഗ്ലീഷ് കോഴ്സുകളിൽ ഗൂഗിൾ മീറ്റ് വഴി ലൈവ് ക്ലാസ് ആണ്. അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ലെസൺ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരുന്നു എന്ന് കരുതുന്നു. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണൂ. താങ്ക് യു ഫോർ വാച്ചിങ്.